ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നാം നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഇടപെടലുമെല്ലാമാണ് നമുക്ക് തുടർഭരണം കിട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. ആ തുടർഭരണമാണ് ഇപ്പോൾ ആകെ നമ്മുടെ പ്രദേശത്തും നമ്മുടെ നാട്ടിലുമെല്ലാം നമ്മുടെ വർഗശത്രുക്കൾക്ക് നമുക്കെതിരായി ആരോപണങ്ങളുമായി വരുന്ന സ്ഥിതിയുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇടപെട്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ പരിശോധന ഈ കാലഘട്ടത്തിൽ നടത്താൻ വേണ്ടിയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് മുടങ്ങിക്കിടന്ന പദ്ധതികളെല്ലാം തുടർന്ന് നടപ്പിലാക്കുവാൻ 2016 ഗവൺമെന്റിന് കഴിഞ്ഞു. നമ്മുടെ ഇടയിൽ ഒട്ടേറെ തടസ്സങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഈ ഗെയിൽ പൈപ്പ് ലൈൻ ഇപ്പം ഏറ്റവും വലിയ വെല്ലുവിളി നമ്മൾ നേരിട്ടതാണ്. അത് ആരംഭിച്ചത് 2012 നമ്മൾ ഇന്ന് പാചകവാതകത്തിന് വില വർദ്ധിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെയും ഇന്ത്യയിലെയും BJP സംവിധാനം നമ്മളോട് വലിയ വിമർശനത്തോടെ പറഞ്ഞു, ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല നിങ്ങൾക്കെന്നതിനെ സംബന്ധിച്ച്. ഈ പൈപ്പ് ലൈൻ പദ്ധതി 510 കിലോമീറ്ററാണ് ഉണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 5 വർഷം കൊണ്ട് 39 കിലോമീറ്ററാണ് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. നമ്മൾ ആ പദ്ധതി പൂർത്തീകരിച്ചു. 2016 ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് എല്ലാ പ്രതിസന്ധികളും മറികടന്ന് ആ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിക്കുന്ന സ്ഥിതി ഉണ്ടായത്. നമ്മൾ LPG ടെർമിനൽ ഓരോ വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നില്ല. വിഴിഞ്ഞം തുറമുഖം പരമാവധി വൈകിപ്പിച്ച് UDF സർക്കാർ വിഴിഞ്ഞം പദ്ധതി റീടെൻഡർ ചെയ്ത് കരാറിൽ ഏർപ്പെട്ടത് 2015 തെരഞ്ഞെടുപ്പ് മുന്നിൽക്കണ്ട് മാത്രമുള്ള നീക്കമായിരുന്നു അത്. അദാനി ഗ്രൂപ്പുമായി UDF സർക്കാർ ഏർപ്പെട്ട കരാറിലെ വ്യവസ്ഥകൾ സംസ്ഥാനത്തിന് യോജിക്കുന്നതായിരുന്നില്ല. തുറമുഖത്തിന്റെ 100% പ്രവൃത്തിയും നടന്നത് LDF കാലഘട്ടത്തിലാണ്. പ്രതിവർഷം കണ്ടുവെച്ചെങ്കിലും നമ്മൾ വിഴിഞ്ഞം തുറമുഖം പൂർത്തീകരിച്ചു. വിഴിഞ്ഞം തുറമുഖം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ആ കരാറുമായി ബന്ധപ്പെട്ട് നമുക്ക് അഭിപ്രായവ്യത്യാസം ഉണ്ടായിരുന്നു. അതിന്റെ 90% തുക വിനിയോഗിക്കുന്ന നമുക്ക് 20 വർഷക്കാലം കഴിയുമ്പോഴാണ് സംസ്ഥാന ഗവൺമെന്റ് 1% ലാഭവിഹിതം കിട്ടുന്നത്. ആ 20 വർഷം പണം മുടക്കിയ സംസ്ഥാന ഗവൺമെന്റിന് ആ കരാറ് റദ്ദ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ നിർദ്ദേശമായിരുന്നു. പക്ഷെ കരാറ് എഗ്രിമെന്റ് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഒപ്പുവെച്ച് വർക്കിലേക്ക് പോയി അത് ഉപേക്ഷിച്ച് റീടെൻഡർ ചെയ്യാൻ പോകുമ്പോൾ കാലതാമസം വരുമെന്ന അർത്ഥത്തിലാണ് ഗവൺമെന്റ് പണം മുടക്കിക്കൊണ്ട് അത് പൂർത്തീകരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. നമ്മുടെ നാട്ടിൽ മുടങ്ങിക്കിടന്ന ഈ ദേശീയപാതാ വികസനം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ അതിന്റെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാതെ ദേശീയപാത അതോറിറ്റി അവരുടെ ഓഫീസ് തന്നെ കേരളത്തിലെ പൂട്ടി ഇവിടുന്ന് പോയതാണ്. അതിനുശേഷമാണ് അതിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയുമായുമെല്ലാം സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റ് വസ്തു ഏറ്റെടുക്കുന്നതിന്റെ 25% തുക സംസ്ഥാനം ഏൽക്കാമെങ്കിൽ ആ തുക മുൻകൂറായി ദേശീയപാത അതോറിറ്റിക്ക് നൽകാമെങ്കിൽ ആ ദേശീയപാത പ്രവർത്തനങ്ങൾ തുടരാരംഭിക്കാമെന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചപ്പോൾ ആ തുക കൊടുത്തുകൊണ്ട് നമ്മൾ ദേശീയപാത വികസനം ഇന്ന് നമ്മൾ കാണുന്ന ഈ വികസനം കേരളത്തിലെ വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ദേശീയപാത വികസനം നമ്മൾ റോഡുകളിലെല്ലാം ചെല്ലുമ്പോൾ ഇന്ന് അതിന് കൊച്ചു പോരായ്മകൾ സംഘടിപ്പിക്കുന്നുണ്ടാകുമ്പോൾ അതിന്റെയും ഉത്തരവാദികൾ നമ്മളാണെന്ന തരത്തിൽ വരുമ്പോൾ നാട്ടിലെ വികസനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നത് ആരാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പൊതുസമൂഹത്തോട് പറയേണ്ടവരാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ആ ഗവൺമെന്റ് ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു പരിശോധന നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം. നമ്മുടെ 1 കിലോമീറ്റർ ചുറ്റും വിദ്യാഭ്യാസ മേഖലയിൽ നാം ഒട്ടേറെ മാറ്റങ്ങൾ നടത്തിയെന്ന് പറയുമ്പോഴും കേരളത്തിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ LP സ്കൂളുണ്ട്, 3 കിലോമീറ്റർ ചുറ്റളവിൽ UP സ്കൂളുണ്ട്, 5 കിലോമീറ്റർ ചുറ്റളവിൽ ഹൈസ്കൂളുണ്ട്. കേരളത്തിൽ എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിൽ മുഴുവൻ പേരെയും വിദ്യാലയങ്ങളിൽ എത്തിക്കുന്ന തരത്തിൽ പഠനത്തിന് അവരെ സന്നദ്ധരാക്കുന്ന തരത്തിൽ ഗവൺമെന്റ് തന്നെ ഇടുന്ന സ്ഥിതി. ആരോഗ്യമേഖലയിൽ സമഗ്രമായ മാറ്റമാണ് കേരളത്തിൽ നാം നടത്തിയിട്ടുള്ളത്. ആരോഗ്യമേഖലയിൽ ഇപ്പം ഗർഭസ്ഥ ശിശുവിനെ തുടങ്ങുമ്പോൾ മുതൽ ആ കുട്ടിയുടെ ഉന്നത വിദ്യാഭ്യാസം വരെ ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ഒരു രക്ഷകർത്താക്കൾ ഇടപെടുന്ന അതേ മാനസികാവസ്ഥയിലാണ് കേരളത്തിലെ ഗവൺമെന്റ് അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കാര്യത്തിലെല്ലാം കേരളം നടത്തിയിട്ടുള്ള കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കകത്ത് ആരോഗ്യമേഖലയിൽ നാം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ പൊതുമേഖല സംരക്ഷിക്കുന്ന കാര്യത്തിൽ, നമ്മുടെ ഓരോ മേഖല പരമ്പരാഗത വ്യവസായങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എല്ലാം നടത്തിയിട്ടുള്ള ഇടപെടൽ ചെറുതല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
നമ്മളെ സംബന്ധിച്ച് തുടർഭരണം കിട്ടിയതിനു ശേഷം 2022 മാർച്ച് 1 മുതൽ 4 വരെ തീയതികളിൽ എറണാകുളത്ത് വെച്ച് ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് നവകേരളത്തിനായുള്ള പുതിയ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഒരു രേഖ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. പലപ്പോഴും നമ്മുടെ പാർട്ടി സഖാക്കൾ മനസ്സിലാക്കുമ്പോൾ 57 ഗവൺമെന്റ് വന്നു, ഭൂപരിഷ്കരണ നിയമമെല്ലാം നടപ്പിലാക്കി. അത് അന്നത്തെ ഗൗരിയമ്മ സഖാവിന്റെ ഗുണമാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ തോമസ് ഐസക് വന്ന് നമ്മൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അത് ഐസക് ഗുണമാണ് എന്ന തരത്തിലാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റുകൾ ഏത് വരുമ്പോഴും നമ്മുടെ സമ്മേളനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കാഴ്ചപ്പാടും അതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഗവൺമെന്റുകൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ തുടർഭരണം കിട്ടിയപ്പോൾ നമ്മുടെ ഈ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ദുരന്തങ്ങളെയും അതിനെ ബദലായി ഒരു നവകേരള സൃഷ്ടിക്കാൻ ഉള്ള കാഴ്ചപ്പാട് നമുക്കറിയാം. പ്രളയത്തിൽ മുഴുവനായി മുങ്ങിപ്പോയതാണ് കേരളം. ആ മുങ്ങിപ്പോയ കേരളത്തെ കൈപിടിച്ചുയർത്തുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയത്. അതിന് നടത്തിയിട്ടുള്ള സാമൂഹിക ഇടപെടലിനെ, സാമ്പത്തിക ഇടപെടലിനെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിക്കുന്നില്ല. നമുക്കറിയാം എല്ലാ വീടുകളിലും ആ ഘട്ടത്തിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോൾ നമ്മുടെ നാട്ടിലെ വർഗശത്രുക്കൾ കോൺഗ്രസും ബിജെപിയും എല്ലാം അന്ന് പറഞ്ഞത് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്നാണ്. പണം കൊടുക്കരുതെന്ന് പറഞ്ഞിടത്താണ് പറമ്പിൽ വരെ വെള്ളം കയറിയവർ 10,000 രൂപ വെച്ച് വാങ്ങിക്കൊണ്ടു പോയത്. അതിനകത്ത് ബിജെപിയും കോൺഗ്രസും ഒന്നും മാറി നിന്നില്ല. യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. നമ്മുടെ ഭവനങ്ങൾ പോയവർക്ക് ഭവനം നന്നാക്കി കൊടുക്കുന്ന കാര്യത്തിൽ, നമ്മുടെ സമൂഹത്തിന്റെ പുതിയ ഇടപെടൽ നടത്തുന്ന കാര്യത്തിൽ ഫലപ്രദമായ ഗവൺമെന്റ് ഇടപെട്ടു എന്നുള്ളത് മനസ്സിലാക്കണം.